നമസ്കാരം. സാഫിർ ജാൻ EXൻ്റെ പുതിയ അക്കൗണ്ടിംഗ് പ്രാക്ടീസ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് പീച്ച്ട്രീ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ മാനുഫാക്ചറിംഗ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സും കൂടിയാണ് നമുക്ക് മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ. മാനുഫാക്ചറിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ മുൻപ് ടാലിയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ടാലിയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് നമുക്ക് മാനുഫാക്ചറിങ് പീച്ച്ട്രീയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതിലൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മാനുഫാക്ചറിങ് ചെയ്യുക എന്നുള്ളത് ഇതുവരെ നിങ്ങൾ പീച്ച്ട്രീ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അത്തരക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നൊരു ക്ലാസ് കൂടിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തൊട്ടാണ് പറയാൻ പോകുന്നത്. ഇതിൽ കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആദ്യം മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്തൊക്കെ നമ്മൾ പീച്ച്ട്രീയിൽ ചെയ്ത് വെക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ആദ്യം എന്തായാലും പീച്ച്ട്രീയിൽ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണ് ക്യാപിറ്റൽ നമ്മൾ മസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ മെയിൻറ്റെയിനിൽ പോവുക. മെയിൻറ്റെയിനിൽ പോയി കഴിഞ്ഞാൽ, അതായത് നമ്മൾ മെയിൻ മെനുവിൽ കാണാം നമുക്ക് മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞൊരു മെനു. അതിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ നമ്പർ 1 കൊടുത്ത ശേഷം ഞാൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ക്യാപിറ്റലിൻ്റെ അണ്ടർ നമ്മൾ കൊടുക്കേണ്ടത് ഇക്വിറ്റി റീറ്റേൺഡ് ഏർണിങ്സ് ആണ്. അപ്പോൾ ഇക്വിറ്റി റിട്ടേൺഡ് ഏർണിങ്സ് കൊടുത്ത ശേഷം നേരെ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു, അതായത് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2, നമുക്കിതിലൊരു ക്യാഷ് അക്കൗണ്ട് എന്തായാലും മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്യാഷ് ക്രിയേറ്റ് ചെയ്യാണ്. ക്യാഷിൻ്റെ അണ്ടർ നമുക്കറിയാം ക്യാഷ് തന്നെയാണ് എന്നുള്ളത് അല്ലേ, ക്യാഷ് ഇൻ ഹാൻഡ്. പോരാഞ്ഞ് നമുക്കതിൽ എമൗണ്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അക്കൗണ്ട് ബിഗിനിങ് ബാലൻസസിൽ വന്ന ശേഷം എസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ക്യാഷ് തൽക്കാലം ക്രിയേറ്റ് ചെയ്യണം. എമൗണ്ട് കൊടുക്കുകയാണ്. എമൗണ്ട് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ കൊടുത്തൊരു 10 ലക്ഷം കൊടുത്തിട്ട് എന്ത് ചെയ്തു, ക്യാഷ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് ക്യാഷ് ഞാൻ എമൗണ്ട് തന്നെ കൊടുത്തിട്ട് ഞാൻ സേവ് ചെയ്തു. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്തായാലും വേണം. അപ്പോൾ മൂന്നാമത്തെ നമ്പറായിട്ട് നമ്മൾ കൊടുക്കുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സിനാണ്. ഓക്കെ, സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്തു. സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ അണ്ടർ വരിക അക്കൗണ്ട് പേയബിൾ ആണ്. അക്കൗണ്ട് പേയബിൾ കൊടുത്തു, നേരെ സേവ് ചെയ്യുന്നു. അടുത്ത 4 സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ അണ്ടർ എന്താണ് വരിക, അക്കൗണ്ട് റിസീവബിൾ ആണ്. അക്കൗണ്ട് റിസീവബിൾ കൊടുത്ത ശേഷം നേരെ സേവ് ചെയ്യും. അപ്പോൾ അതും നമ്മൾ കൊടുത്തു. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മെയിൻറ്റെയിനിൽ വരിക. മെയിൻറ്റെയിനിൽ ഡീഫാൾട്ട് ഇൻഫർമേഷനിൽ വെൻഡേഴ്സിൽ വരുന്നു. മെയിൻറ്റെയിനിൽ ഡീഫാൾട്ട് ഇൻഫർമേഷനിൽ വെൻഡേഴ്സിൽ വന്നിട്ട് നമ്മൾ എക്സ്പെൻസ് അക്കൗണ്ട് എന്നുള്ളിടത്ത് വെൻഡറിൻ്റെ ഡീഫാൾട്ടായിട്ടുള്ള അക്കൗണ്ടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് വെൻഡറുമായിട്ട് നമ്മൾ എന്താ സാധാരണ ചെയ്യാറുള്ള എക്സ്പെൻസ് ആണ് അല്ലേ. വെൻഡർ പറഞ്ഞാൽ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെൻസ് അക്കൗണ്ട് എന്നുള്ളിടത്ത് നമ്മൾ കൊടുക്കേണ്ടത് പർച്ചേസ് ആണ്. അപ്പോൾ ന്യൂ അടിച്ച ശേഷം നമ്മൾ പർച്ചേസ് ക്രിയേറ്റ് ചെയ്യുന്നു. പർച്ചേസിൻ്റെ അണ്ടർ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് എന്നുള്ളത് നമുക്കറിയാം. പർച്ചേസിൻ്റെ അണ്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ഞാനിവിടെ അണ്ടർ കൊടുക്കുകയാണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് കൊടുത്തു, നേരെ സേവ് ചെയ്യുന്നു. നെക്സ്റ്റ് അടുത്തായിട്ട് ഡിസ്കൗണ്ട് GL അക്കൗണ്ട് എന്നുള്ളിടത്ത് പർച്ചേസിൻ്റെ കൂടെ ഏത് ഡിസ്കൗണ്ട് ആണ് നമുക്ക് വരിക എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പം ന്യൂ അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പർച്ചേസിൻ്റെ കൂടെ അടുത്ത നമ്പർ 6 ആണ് അല്ലേ, നമ്പർ 6 ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു. അണ്ടർ എന്താണ് വരിക, ഡിസ്കൗണ്ട് റിസീവ്ഡിൻ്റെ അണ്ടർ നമുക്കറിയാം ഇൻകം. അപ്പോൾ ഇൻകം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതും ഞാൻ സേവ് ചെയ്തു. ഇനി ഓക്കെ കൊടുക്കാം. അപ്പോൾ ഓക്കെ കൊടുക്കാൻ വിട്ടുപോകരുത്. അടുത്ത് വീണ്ടും മെയിൻറ്റെയിനിൽ ഡീഫാൾട്ട് ഇൻഫർമേഷനിൽ കസ്റ്റമേഴ്സിൽ വരുന്നു. കസ്റ്റമേഴ്സിൽ GL സെയിൽസ് അക്കൗണ്ട് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂ അടിച്ചിട്ട് 7 സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, 7ാം നമ്പർ നമ്മൾ സെയിലാണ് കൊടുക്കുന്നത്. സെയിൽസിൻ്റെ അണ്ടറായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരിക സെയിൽസിൻ്റെ അണ്ടർ ഇൻകം. ഇൻകം സേവ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കൗണ്ട് GL അക്കൗണ്ട് എന്നുള്ളിടത്ത് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്, ന്യൂ അടിച്ചിട്ട് 8ാമത്തെ നമ്പറായിട്ട് സെയിലിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഡിസ്കൗണ്ടാണ്. അതായത് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക.
ഡിസ്കൗണ്ട് അലൗഡിൻ്റെ അണ്ടറായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ, നേരെ ഓക്കെ കൊടുക്കാൻ വിട്ടുപോരുത്. ഓക്കെ കൊടുക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും ഇവിടെ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഓക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാം. ഇനി അടുത്തായിട്ട് വീണ്ടും മെയിൻറ്റെയിനിൽ വരുന്നു. മെയിൻറ്റെയിനിൽ ഡീഫാൾട്ട് ഇൻഫർമേഷനിൽ ഇൻവെൻട്രി ഐറ്റംസിൽ നമ്മൾ വരിക. അതായത് മെയിൻറ്റെയിൻ എടുക്കുക, അതിൽ ഡീഫാൾട്ട് ഇൻഫർമേഷനിൽ ഇൻവെൻട്രി ഐറ്റംസ്. ഇൻവെൻട്രി ഐറ്റംസിൽ GL അക്കൗണ്ട്, അതായത് നമുക്കിവിടെ മുകളിൽ കുറേ ഹെഡർ ഫീൽഡുകൾ കാണുന്നുണ്ട്. അതിൽ മൂന്നാമത്തെ ഹെഡർ ഫീൽഡാണ് GL അക്കൗണ്ട് കോസ്റ്റിംഗ്. GL അക്കൗണ്ട് പറയുമ്പോൾ ജനറൽ ലെഡ്ജർ അക്കൗണ്ട് കോസ്റ്റിംഗ്. അതിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് ഐറ്റംസിൻ്റെ നേരെ GL സെയിൽസ് ഇൻകം എന്നുള്ളിടത്ത് നമ്മൾ സെയിൽസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള അവിടെ ക്രിയേറ്റ് ചെയ്ത ആ സെയിൽസ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. GL ഇൻവെൻട്രി ബാർ വേജ് എന്നുള്ളിടത്ത് നമ്മൾ കൊടുക്കേണ്ടത് ന്യൂ അടിച്ചിട്ട് 8 നമ്മൾ കൊടുത്തത്. അതിൽ 9ാമത്തതായിട്ട് നമ്മൾ ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇൻവെൻട്രീൻ്റെ അണ്ടറായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഇൻവെൻട്രി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇൻവെൻട്രീൻ്റെ അണ്ടർ നമ്മൾ ഇൻവെൻട്രി കൊടുക്കുന്നു. നേരെ സേവ് ചെയ്യുക. ഇനി അടുത്തത് GL കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നുള്ളിടത്ത് നമ്മൾ കൊടുക്കേണ്ടത് പർച്ചേസ് ആണ്. കോസ്റ്റിംഗ് എന്നുള്ളിടത്ത് നമ്മൾ ആവറേജ് കൊടുക്കുക. അപ്പോൾ ആവറേജ് അതൊക്കെ നമ്മൾ എന്താണ് ഇതെന്തിനു വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇൻവെൻട്രി സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലേ ലിസ്റ്റിലൂടെ ഓപ്പൺ ചെയ്തിട്ട് തന്നെ നിങ്ങൾ കാണുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ഇതിൽ തന്നെ നമുക്കിത് മാനുഫാക്ചറിങ് ആയതുകൊണ്ട് നമുക്കിതിൽ കണ്ട ഒരു അസംബ്ലി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ അസംബ്ലി ഓപ്ഷൻ്റെ താഴെ വന്നിട്ട് ഇതിവിടെ ഇങ്ങനെ കൊടുത്തു അതുപോലെ തന്നെ താഴെയും കൊടുക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ ഫസ്റ്റ് കൊടുക്കേണ്ടത് സെയിൽസ് ആണ്. ഇവിടെ രണ്ടാമതായിട്ട് ഇവിടെ GL ഇൻവെൻട്രി ബാർ വേജ് എന്നുള്ളിടത്ത് ന്യൂ അടിച്ച ശേഷം വേണ്ട, നമ്മൾ ഓൾറെഡി നമ്മൾ വേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെൻട്രി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും ഇവിടെ ഇൻവെൻട്രി തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. GL കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നുള്ളിടത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് പർച്ചേസ് ആണ്. പിന്നെ FIFO ഇവിടെ നമ്മൾ ആവറേജ് ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം GL ഫ്രൈറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. ഫ്രൈറ്റ് അക്കൗണ്ട് നമ്മൾ എന്താ കൊടുത്തിരുന്നത്, നമ്മൾ മുമ്പ് കൊടുത്തിരുന്നത് 10ാമത്തെ നമ്പർ ഇട്ടിട്ട് നമ്മൾ ഫ്രൈറ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഫ്രൈറ്റ് ചാർജിൻ്റെ അണ്ടർ നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക, സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്യാം. അതിനുശേഷം അതും ഇവിടെ കൊടുത്തിട്ട് നേരെ ഇവിടെ ഓക്കെ കൊടുക്കാൻ വിട്ടുപോരുത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത ശേഷം ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള നമ്മുടെ മാനുഫാക്ചറിങ് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാവിധ അക്കൗണ്ട്സുകളും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അക്കൗണ്ടുകൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. നമുക്ക് ടോട്ടൽ 5 സ്റ്റെപ്പാണ്. നമുക്ക് 5 സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒന്നാമത്തെ സ്റ്റെപ്പ് പർച്ചേസ് റോ മെറ്റീരിയൽസ് ഫോർ മാനുഫാക്ചറിങ് എ പ്രൊഡക്റ്റ്. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണോ മാനുഫാക്ചറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മാനുഫാക്ചറിങ് ചെയ്യാൻ ആവശ്യമായ റോ മെറ്റീരിയൽസ് ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്കായിട്ട് വേണം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ പറയേണ്ടത് ഇവിടെ പർച്ചേസ് ചെയ്യാനാണ്. പുതുതായിട്ട് നമ്മൾ എന്തൊക്കെ ഐറ്റംസ് നമുക്ക് ആവശ്യമുണ്ടോ, അതിനുള്ള അസംസ്കൃത വസ്തുക്കൾ ആവശ്യമുണ്ടോ അതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാം. പിന്നെ സെറ്റ് ഓൾ റോ മെറ്റീരിയൽ, രണ്ടാമതായിട്ട് ചെയ്യുന്നത് സെറ്റ് ഓൾ റോ മെറ്റീരിയൽ ഫോർ മാനുഫാക്ചറിങ് എ പ്രൊഡക്റ്റ് ആണ്. അതായത് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യാൻ ആവശ്യമായ എന്താണ് നമ്മുടെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു പ്രൊഡക്റ്റിന് എന്തൊക്കെ ഐറ്റംസ് വേണം, എത്ര എണ്ണം വേണം എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ പ്രൊഡക്റ്റിന് ചിലപ്പോൾ 2 എണ്ണം വേണം, ചിലത് ഐറ്റംസ് ചിലപ്പോൾ 5 എണ്ണം വേണ്ടി വരും, ചിലത് 2 എണ്ണം 1 വേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ അളവും കാര്യങ്ങളും കൃത്യം കൊടുക്കേണ്ടത്. അടുത്തായിട്ട് മാനുഫാക്ചറിങ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പാണ് എങ്ങനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്തതായിട്ട് പീച്ച് ട്രീയിൽ കാണിക്കുക എന്നുള്ളതാണ്. അതിന് ശേഷം പിന്നെ യൂണിറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. യൂണിറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് എന്ത് വിലയാണ്, എന്ത് പ്രൈസാണ് നമുക്കവിടെ വന്നിട്ടുള്ളതെന്ന് കൂടി കണ്ടെത്തിയിട്ട് കൊടുക്കണം. അതിനുശേഷം പ്രൊഡക്റ്റ് നമ്മൾ സെയിൽസ് ചെയ്യണം വിത്ത് പ്രോഫിറ്റോട് കൂടി നമ്മൾ സെയിൽ ചെയ്യണം. അപ്പോൾ ആ പ്രോഫിറ്റ് കാണാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിനുശേഷം പിന്നെ നമുക്കുള്ളത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. നമ്മൾ ഒരു പെട്ടെന്ന് നമുക്ക് ചെയ്തു പോകാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ളത് കമ്പ്യൂട്ടറാണ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് ഇവിടെ തന്നിട്ടുള്ളത് മോണിറ്റർ, കീബോർഡ്, മൗസ്, CPU, സ്പീക്കർ അങ്ങനെയാണ്. CPU എന്ന് ഞാൻ ഒന്നിച്ച് കൊടുത്താണ്. ശരിക്കും നമ്മൾ CPU ആണ് ശരിക്കും ഉണ്ടാക്കുന്ന ഐറ്റം തന്നെ, മാനുഫാക്ചറിങ് ചെയ്യേണ്ട ഐറ്റം തന്നെ. അപ്പോൾ തൽക്കാലം ഞാൻ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ CPU എന്ന് കൊടുത്തിട്ടുള്ളത്. ശരിക്കും നമുക്ക് മദർ ബോർഡ്, ഹാർഡ് ഡിസ്ക്, റാം, കേബിൾസ് തുടങ്ങിയിട്ടുള്ള ഐറ്റംസുകളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ തൽക്കാലം ഒന്നിച്ച് ഞാൻ CPU എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
പിന്നെ നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ അഡീഷണൽ കോസ്റ്റ് ഇവിടെ വന്നതായിട്ട് വേജ് തന്നിട്ടുണ്ട് 1000 രൂപയാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് തോന്നുന്നത് നമുക്ക് ഇനി ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചുതരാം. ഒന്നാമത്തെ സ്റ്റെപ്പാണ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക. എളുപ്പമാണ്. നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പീച്ച് ട്രീയിൽ വന്നിട്ട് അതിൽ വെൻഡേഴ്സ് ആൻഡ് പർച്ചേസസ് ഓപ്പൺ ചെയ്യുന്നു. വെൻഡേഴ്സ് ആൻഡ് പർച്ചേസസിൽ വന്നിട്ട് അതിൽ കാണാം എൻ്റർ ബിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അല്ലേ. എൻ്റർ ബിൽസിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ന്യൂ ബില്ല് എടുക്കുന്നു. ന്യൂ ബില്ല് എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെൻഡർ ഐ ഡി ആരിൽ നിന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അവരുടെ ഐ ഡി നമ്മൾ കൊടുക്കുക. അപ്പോൾ വെൻഡർ ഐ ഡിയിൽ പോയിട്ട് ന്യൂ അടിക്കുന്നു. ന്യൂ അടിച്ച ശേഷം നമ്മൾ നമ്പർ 1 ആയിട്ട് ഞാൻ കൊടുക്കുന്നു ABC കമ്പനി എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു കമ്പനി ഞാൻ കൊടുക്കുകയാണ്, ABC കമ്പനി. സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നമുക്ക് എന്താ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു നമ്മൾ ഏത് പാർട്ടിൻ്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനുശേഷം ഇൻവോയ്സ് നമ്പർ തന്നിട്ടുണ്ട്. ഇൻവോയ്സ് നമ്പർ എന്നുള്ളിടത്ത് ഞാൻ ബിൽ നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ. ഇനി നമ്മുടെ പിന്നെ ഡേറ്റ് ഇവിടെ ഉണ്ട്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ. ഇനി ക്വാണ്ടിറ്റി എന്നുള്ളിടത്ത് ഞാൻ കൊടുക്കുന്നത് ഫസ്റ്റ് കൊടുക്കുന്നത് ഒരു 30 ആണ്. 30 നമ്മൾ എന്തോ വാങ്ങണം. അപ്പോൾ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി ഞാൻ കൊടുത്ത ശേഷം ഇവിടെ ന്യൂ അടിച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം ഞാൻ കാണിക്കുന്നത് നമുക്ക് തന്നിട്ടുള്ള മോണിറ്ററാണ്. മോണിറ്റർ എന്താണ് കാര്യം വരിക, ഇവിടെ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ റേറ്റ് ലാസ്റ്റ് യൂണിറ്റ് കോസ്റ്റ് എന്നുള്ളത് അതിൻ്റെ പർച്ചേസ് റേറ്റ് ഞാൻ കൊടുക്കുകയാണ്. 3000 കൊടുത്തു. ഞാൻ 3000 രൂപയാണ് ഞാൻ കൊടുത്തത്. സേവ് ചെയ്യുന്നു. അടുത്ത് രണ്ടാമതായിട്ട് ഞാൻ കൊടുക്കുന്നത് കീബോർഡ്. ഒന്നിച്ച് തന്നെ ഞാനിവിടെ ഐറ്റം കൊടുത്തിട്ട് ഒന്നിച്ച് നമുക്ക് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്തായിട്ട് കാണിക്കും. ഇപ്പോൾ കീബോർഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത് രണ്ടാമത്തെ ഐറ്റം കാണിക്കുകയാണ്. അതിൻ്റെ റേറ്റ് ഞാൻ കാണിക്കുന്നത് 200 ആണ്. സേവ് ചെയ്യുക. അടുത്ത ഐറ്റം 3 മൗസ് എന്ന് പറയുന്ന ഐറ്റമാണ്. മൗസ് നമുക്ക് 200 തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. നേരെ സേവ് ചെയ്യുക. അതും സേവ് ചെയ്തു. നാലാമതായിട്ട് ഞാൻ CPU എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. CPU സ്റ്റോക്ക് ഐറ്റമാണ്. 7000 രൂപയാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ. അടുത്ത അഞ്ചാമത്തെ ഐറ്റമായിട്ട് ഞാൻ കൊടുക്കുന്നത് CPU കഴിഞ്ഞിട്ട് സ്പീക്കർ കൊടുക്കുകയാണ്. ഓക്കെ. സ്പീക്കർ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. സ്പീക്കറിൻ്റെ റേറ്റ് ഞാൻ കൊടുക്കുന്നത് 250 ആണ്. അപ്പോൾ നിങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇനിയും എക്സ്ട്രാ നിങ്ങൾക്ക് റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക. അപ്പോൾ ഞാൻ അത് കൊടുത്ത് സേവ് ചെയ്തിട്ട് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുക ഓരോ ഐറ്റംസും അല്ലേ. മോണിറ്ററും സെലക്ട് ചെയ്തു. മോണിറ്റർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഇവിടെ ഇൻവെൻട്രി ആണ് വന്ന് കിടക്കുന്നത്. ഇവിടെ ഞാൻ പർച്ചേസ് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഐറ്റം വീണ്ടും ഞാൻ അടുത്ത ഐറ്റം കൊടുക്കുകയാണ്. 30 കീബോർഡ് നമ്മൾ 30 വാങ്ങിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഐറ്റം ഒരു 25 ഞാൻ എന്ത് വാങ്ങിച്ചിട്ടുണ്ട്, മൗസ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം വീണ്ടും ഒരു 30 കൂടി നമ്മൾ CPU വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ. CPU ഇവിടെ നമ്മൾ പർച്ചേസ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ. ഇവിടെ നമ്മൾ പർച്ചേസാണ് സെലക്ട് ചെയ്യേണ്ടത്, GL അക്കൗണ്ട് എന്നുള്ളിടത്ത്. പിന്നെ ഇനി നമുക്ക് 60 നമ്മൾ സ്പീക്കർ 60 നമ്മൾ വാങ്ങിച്ചു. സ്പീക്കർ 60. ഇവിടെ 5 നമ്മൾ എന്ത് ചെയ്യുന്നു, പർച്ചേസൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ കൂടെ വല്ല ഡിസ്കൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ സേവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് മാനുഫാക്ചറിങ്ങിനുള്ള ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ല, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് സെറ്റ് ഓൾ റോ മെറ്റീരിയൽസ് ഫോർ മാനുഫാക്ചറിങ് എ പ്രൊഡക്റ്റ്. എന്താണോ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആ പ്രൊഡക്റ്റിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പിന്നെ പീച്ച് ട്രീ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇൻവെൻട്രി സർവീസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇൻവെൻട്രി ആൻഡ് സർവീസസ്. അതിൽ വന്നിട്ട് നമ്മൾ സാധാരണ പ്രൊഡക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യണ പോലെ ഇൻവെൻട്രി ഐറ്റംസിൽ വരിക, ന്യൂ ഇൻവെൻട്രി ഐറ്റംസ് എടുക്കുക. ഓക്കെ. ഇൻവെൻട്രി ഐറ്റംസിൽ ന്യൂ ഇൻവെൻട്രി ഐറ്റം. അതിൽ ഐറ്റം ID എന്നുള്ളിടത്ത് നമുക്ക് അടുത്ത ID 6 ആണ് അല്ലേ. 6ാമത്തെ ID ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാണ്. കമ്പ്യൂട്ടർ കൊടുക്കുകയാണ്. ഐറ്റം ക്ലാസ് എന്നുള്ളിടത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസംബ്ലി ആണ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ഇവിടെ അസംബ്ലി സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം അസംബ്ലിയിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആക്റ്റീവായിട്ട് വരുള്ളൂ. ഈ ബിൽ ഓഫ് മെറ്റീരിയൽസ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് തന്നിട്ടുള്ള ഓരോ ഐറ്റംസും താഴെ കൊടുക്കുക. അപ്പം മോണിറ്റർ എന്നുള്ളിടത്ത് നമ്മൾ മോണിറ്ററിനെ നേരെ കാണാൻ നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി നീഡഡ് എന്ന് കാണാം. അവിടെ നമ്മൾ 1 അല്ലേ, ഒരു മോണിറ്ററാണ്. കീബോർഡ് നമുക്ക് ആവശ്യം ഒരു കീബോർഡാണ്. ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ. മൗസ് 1 വേണ്ടത് ഒരു കമ്പ്യൂട്ടറിന്. CPU 1 വേണ്ടത്. അതുപോലെ തന്നെയാണ് സ്പീക്കർ ഞാൻ കൊടുത്തു. 2 സ്പീക്കർ ഞാൻ കൊടുക്കുന്നത്. 2 അല്ല, ഒറ്റ സെറ്റാണ് 2 ആയിട്ട് ഞാൻ കൊടുത്തത്. ഓക്കെ. നമുക്കത് വ്യത്യസ്തത മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 2 കൊടുത്തു. സേവ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് റോ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് മാനുഫാക്ചറിങ് ചെയ്യാൻ പോകണം, നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ പോകണം. എങ്ങനെയാണ് മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഇൻവെൻട്രി ആൻഡ് സർവീസസിൽ തന്നെ ഉണ്ടാവും അസംബ്ലീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിൽ ബിൽഡ് ന്യൂ അസംബ്ലി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ബിൽഡ് ന്യൂ അസംബ്ലി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഏതാണോ നമ്മുടെ പ്രൊഡക്റ്റ് അത് ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ ഇവിടെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ അവിടെ വരും. ഇനി മാനുഫാക്ചറിങ് ചെയ്യുന്ന ഡേറ്റ് ഞാൻ മാറ്റുകയാണ്. മാനുഫാക്ചറിങ് ഒരു 3-ാം തീയതിയാണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യണമെന്ന് നോക്കുക. റെഫറൻസ് നമ്പർ എന്നുള്ളിടത്ത് ഒരു റെഫറൻസ് നമ്പറൊക്കെ കൊടുക്കാം. ഇനി ക്വാണ്ടിറ്റി എന്നുള്ളിടത്ത് ഞാൻ കൊടുത്തു 5 കമ്പ്യൂട്ടർ നമ്മളിപ്പോൾ മാനുഫാക്ചറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 എന്ന് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ ഐറ്റംസ് കുറഞ്ഞിട്ടുണ്ടാവും. മോണിറ്റർ 5 നമ്മൾ കയ്യിൽ നിന്ന് മിസ്സായി, അതേപോലെ തന്നെ കീബോർഡ് 5 പോയി, മൗസ് 5 പോയി, സ്പീക്കർ കണ്ട 10 പോയി. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും എത്ര എണ്ണം പോയി ഓരോന്നെന്നുള്ളത്. അപ്പോൾ നമ്മൾ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് സേവ് ചെയ്ത്, അതായത് മാനുഫാക്ചറിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. മാനുഫാക്ചറിങ് നമ്മൾ അസംബ്ലിയിൽ പോയിട്ടാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റെപ്പ് അടുത്ത് നോക്കാം. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി നമുക്ക് സെയിൽ ചെയ്യണം. സെയിൽ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് അതിന് എത്ര യൂണിറ്റ് പ്രൈസ് വന്നിക്കണമെന്ന് അറിയണം, എത്ര നമുക്ക് ചിലവുണ്ടെന്ന് അറിയണമല്ലോ അല്ലേ. അപ്പോൾ അത് അറിയാൻ വേണ്ടി യൂണിറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി PH ട്രീ തന്നെ നമുക്ക് എന്തിലാണ് വരേണ്ടത്, ഇൻവെൻട്രി ആൻഡ് സർവീസ് തന്നെ ഉണ്ടാവും. ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇൻവെൻറ്ററി അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ എന്താണോ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യുക. കമ്പ്യൂട്ടർ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ കോളത്തിൽ ഇവിടെ കാണാം അതിൻ്റെ റേറ്റ്, അതിന് വേണ്ടി വന്ന കോസ്റ്റ്. എല്ലാ പ്രൊഡക്റ്റും കൂടി കൂട്ടി നോക്കുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് നമുക്ക് എത്ര ചിലവ് വന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 10,900 ആണ്. അപ്പോൾ ഈ 10,900 നമ്മൾ അപ്പം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ പ്രൈമറി കോസ്റ്റ് എന്ന് പറയുമ്പോൾ അല്ലേ, ആദ്യത്തെ കോസ്റ്റ് എന്ന് പറയും. പക്ഷേ ഈ പ്രൈമറി കോസ്റ്റ് മാത്രമല്ലല്ലോ നമുക്കുള്ളത്, നമുക്കിവിടെ എന്തും കൂടി ഉണ്ട്, വേജ് അല്ലെ, അഡീഷണൽ ആയിട്ട് എംപ്ലോയീസിനുള്ള വേജോ അല്ലെങ്കിൽ കാരേജ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സർവീസ് ചാർജൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ചിലവായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ യഥാർത്ഥ കോസ്റ്റ് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കവിടെ കിട്ടിയത് 10,900 ആണ്. 10,900 നമുക്ക് കിട്ടിയത് അല്ലേ. 10,900 കിട്ടിയത് മാത്രമല്ല, നമുക്ക് ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്, ടോട്ടൽ, അതായത് നമുക്ക് ഇൻവെൻട്രിയിലുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 10,900 ആണ്. അപ്പോൾ 10,900 നമ്മളെന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന് വേണ്ടി വന്നതാണ്. 5 കമ്പ്യൂട്ടർ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 10,900 ആണ് നമ്മുടെ ഒന്നിനു വേണ്ട കോസ്റ്റ് എന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് വേജ് വന്നിട്ടുണ്ടോ 1000 ആണ്. അപ്പോൾ 5 കമ്പ്യൂട്ടറിനും കൂടിയും വേജ് വന്നിട്ടുള്ളത് നമുക്ക് 1000 ആണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് വേണ്ടി എത്ര കാര്യം വന്നിട്ടുണ്ടാവുക, 200 ആയിരിക്കും. അപ്പോൾ പ്ലസ് ഈ നമ്മുടെ പ്രൈമറി കോസ്റ്റിലോട്ട് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിന് വേണ്ടി വന്ന വേജ് കണ്ടിട്ട് അത് ആഡ് ചെയ്യുക. അപ്പോൾ 200 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 111 00 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 11,100 ആണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 11,100 എന്ന് പറഞ്ഞിട്ട് കോസ്റ്റും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് ഓർത്ത് വെക്കാം, 11,100 ആണെന്നുള്ളത്. ഇനി നമ്മൾ 10,900 ഉണ്ടല്ലോ ആദ്യത്തെ പ്രൈമറി കോസ്റ്റ്, ഇതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് നമ്മൾ പ്രോഫിറ്റ് കാണാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ 10,900 ഇൻറ്റു 30/100, 30% നമ്മൾ പ്രോഫിറ്റ് കാണുന്ന നോക്കുക. അപ്പോൾ 32,70 കിട്ടും. ഈ 32,70 പ്ലസ് ചെയ്യുക, നമ്മൾ നേരത്തെ കണ്ട സെക്കൻഡറി ആയിട്ട് നമുക്ക് കിട്ടിയ സംഖ്യ ഉണ്ടല്ലോ 11,100, അതിലോട്ട് ആഡ് ചെയ്യുക. അതായത് നമുക്ക് കിട്ടിയ ഈ 10,900ൻ്റെ പെർസെൻറ്റേജ് കണ്ടിട്ട് നമുക്ക് മറ്റേ സംഖ്യക്ക്, അത് രണ്ടാമത് കിട്ടിയ സംഖ്യ ഉണ്ടല്ലോ വേജ് കൂട്ടിയ സംഖ്യ, അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, 10,900 എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈമറി കോസ്റ്റ് ആയിരുന്നു. ഈ പ്രൈമറി കോസ്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വേജോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വന്ന എക്സ്പെൻസ് ആഡ് ചെയ്യുക. അപ്പോൾ വേജ് നമുക്ക് വന്നിട്ടുള്ളത് 1000 ആയിരുന്നു. 5 കമ്പ്യൂട്ടർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 200 ആണ് കിട്ടുക. അപ്പോൾ ആ 10,900ക്ക് 200 കൂട്ടുമ്പോൾ നമുക്ക് 11,100 കിട്ടും. ആ 11,100ക്ക് എന്താണ് നമ്മൾ കൂട്ടേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ എത്ര ശതമാനം പ്രോഫിറ്റ് ആഡ് ചെയ്യാൻ തന്നിട്ടുണ്ട്, അതായത് യൂണിറ്റ് കോസ്റ്റിൻ്റെ എത്ര ശതമാനം പ്രോഫിറ്റ് ആഡ് ചെയ്യാൻ തന്നിട്ട് അത് അതിക്ക് കൂട്ടും. അപ്പോൾ നമുക്കിവിടെ 14,370 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, നേരെ PH ട്രീ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് നമ്മൾ സെയിൽ ചെയ്തതായിട്ട് കാണിക്കുക. അപ്പോൾ സെയിൽ തരുമ്പോൾ നമുക്ക് സെയിൽസ് പ്രൈസ് ഒന്നും തന്നിട്ടുണ്ടാവില്ല, നമ്മളിങ്ങനെ കണ്ടെത്തി തന്നെ വേണം. സെയിൽസ് ആൻഡ് കസ്റ്റമേഴ്സിൽ സെയിൽസ് ഇൻവോയ്സസ് എടുക്കുക, അതിൽ ന്യൂ സെയിൽസ് ഇൻവോയ്സ്. ഓക്കെ, ഇതിൽ വന്നിട്ട് നമ്മൾ കസ്റ്റമർ ഏതാണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറൊക്കെ കൊടുക്കുക. കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ കസ്റ്റമറിന് ഞാൻ KK ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കസ്റ്റമർ. ഈ കസ്റ്റമർക്കാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത്. ഓക്കെ, കസ്റ്റമർ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ ബിൽ നമ്പർ എത്രയാണെന്ന് വെച്ചാൽ സെയിലിൻ്റെ ബിൽ നമ്പറൊക്കെ കൊടുക്കുക. എന്നിട്ട് ക്വാണ്ടിറ്റി എന്നുള്ളിടത്ത് നമ്മൾ കൊടുക്കുകയാണ്. ക്വാണ്ടിറ്റി നമുക്ക് 5 മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത് അല്ലേ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഡേറ്റ് ഒന്നും ഇവിടെ മാറ്റി കൊടുക്കണം, 9-ാം തീയതി ആക്കിയിട്ടാണ്.
ഓക്കെ, കാരണം നമ്മൾ മാനുഫാക്ചറിങ് ചെയ്ത് 3-ാം തീയതിയാണ്, പക്ഷേ ഇവിടെ 1-ാം തീയതിയാണ് വന്നിരുന്നത് അല്ലേ. 3-ാം തീയതി മാനുഫാക്ചറിങ് ചെയ്ത ഐറ്റം നമ്മൾ 1-ാം തീയതി സെയിൽ ചെയ്യില്ലല്ലോ ഒരിക്കലും. അപ്പോൾ അതിന് ശേഷമുള്ള ഡേറ്റാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഇനി 3 കമ്പ്യൂട്ടർ നമ്മൾ സെയിൽ ചെയ്യണമെന്ന് വെക്കുക. കമ്പ്യൂട്ടർ ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, കമ്പ്യൂട്ടർ സെലക്ട് ചെയ്തിട്ട് എത്രയാണ് നമ്മൾ റേറ്റ് നോക്കുക, 14,370. അപ്പോൾ 14,370 ആണെന്നുള്ളത് ഞാനിവിടെ കൊടുക്കുന്നു. ഓക്കെ, നേരെ സേവ് ചെയ്യാം. സേവ് ചെയ്ത് ഓക്കെ, അപ്പോൾ സേവ് ചെയ്തതോടുകൂടി നമുക്ക് അവസാനിച്ചിട്ടില്ല. കാരണം നമുക്കൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് വേജ് 1000 ആണ് നമുക്ക് ചിലവായിട്ടുള്ളത്. 1000 നമ്മൾ പേയ്മെൻറ്റ് നടന്നതായിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ പേയ്മെൻറ്റ് നടന്നതായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജേണലിൽ വരിക. അതായത് പീച്ച് ട്രെയിനെ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ ജേണൽ എടുക്കുക. ജേണൽ എടുത്തിട്ട് അതായത് കമ്പനിയിൽ പോയിട്ട് ജേണൽ സെലക്ട് ചെയ്യുക. അല്ലേ, സാധാരണ നമ്മൾ പഠിച്ച പോലെ ജനറൽ ജേണൽ എൻട്രി എടുക്കുക. ജനറൽ ജേണൽ എൻട്രി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഡേറ്റ് ഒക്കെ മാറ്റി കൊടുത്തിട്ട് ഇവിടെ വേജ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഡെബിറ്റ് വേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. 11-ാമത്തെ നമ്പറാണ് ഇനി ഉള്ളത്. അപ്പോൾ വേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക. വേജിൻ്റെ അണ്ടർ എക്സ്പെൻസസ് ആണ്. അപ്പോൾ വേജിൻ്റെ അണ്ടർ നമ്മൾ എക്സ്പെൻസസ് കൊടുത്ത ശേഷം നേരെ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തിട്ട് നമ്മളിവിടെ വേജ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ഇവിടെ കൊടുക്കുക വേജ് പെയ്ഡ് ഓൺ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക. വേജ് പെയ്ഡ് ഓൺ മാനുഫാക്ചറിങ് മുകളിലുള്ള വേജാണ് നമ്മൾ പെയ്ഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ലേ. 1,000 ആണ് നമുക്കുള്ളത്. അപ്പോൾ 1,000 കൊടുത്ത ശേഷം ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരാം ക്യാഷോ അല്ലെങ്കിൽ ബാങ്കോ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കുക. നേരെ ക്രെഡിറ്റ് ക്യാഷാണ് ഇപ്പോൾ ഞാൻ കൊടുത്ത് നേരെ സേവ് ചെയ്തു. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു, മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു പ്രോസസ് ടാലിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു നിർത്തും. അപ്പം 5 സ്റ്റെപ്സാണ് നമ്മൾ പറഞ്ഞു. മാനുഫാക്ചറിങ്ങിനുള്ള മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുക, രണ്ടാമത്തെ റോ മെറ്റീരിയൽസ് സെറ്റ് ചെയ്യുക, മൂന്നാമത്തെ മാനുഫാക്ചറിങ് ചെയ്യുക, യൂണിറ്റ് പ്രൈസ് കണ്ടെത്തുക, പിന്നെ അതിന് ശേഷം പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക. അതായത് സെയിൽ ചെയ്യുമ്പോൾ പ്രോഫിറ്റോട് കൂടിയാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്ത് നമുക്ക് ഇനി ഇതിൻ്റെ റിസൾട്ടൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ റിപ്പോർട്ട്സ് ആൻഡ് ഫോമിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടൊക്കെയാണ് കിട്ടേണ്ടത് വെച്ചെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. അതിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും നെറ്റ് ഇൻകം ബ്രാക്കറ്റിലാണ് വന്നിട്ടുള്ളത്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് ലോസാണ്, നമുക്ക് അത്രയും നഷ്ടത്തിലാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക. അങ്ങനെ അപ്പോൾ അതുപോലെ തന്നെ റിപ്പോർട്ട് ആൻഡ് ഫോമിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും കാണാം. ഇൻവെൻട്രി ഡീറ്റെയിൽ കാണാം അല്ലേ, അതുപോലെ ബാലൻസ് ഷീറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനിപ്പോൾ വീഡിയോ ഒക്കെ കൂടുതൽ ലെങ്ത്ത് വന്നതുകൊണ്ട് കൂടുതൽ സമയം വന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരാണ്. അപ്പോൾ മാനുഫാക്ചറിങ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഓരോ ഭാഗങ്ങളും ആണെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ കണ്ട ശേഷം എഴുതിയെടുക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് പീച്ച് ട്രീ സോഫ്റ്റ്വെയർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ കൂടുതൽ ഉപകാരമായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ നല്ലൊരു ട്രെയിനിങ് സെൻറ്റർ കണ്ടെത്തിയിട്ട് അതിൽ പോയി പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു ട്യൂട്ടോറിയലായിട്ട് ഇത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.